അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഒരു കുടുംബം പെട്ടെന്ന് മൗനത്തിലായി പോവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത, സംഭവിക്കരുതേ എന്ന് നമ്മൾ എന്നും പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന നമ്മുടെ മക്കളുടെ മരണം ഒരു മാതാപിതാക്കൾക്കെന്നല്ല ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല. ആ ഒരു വേർപാട് ഓരോ ദിവസവും നമ്മൾ മക്കളെക്കുറിച്ച് സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ജീവനും. ഇന്നലെ വരെ നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ചും നടന്ന, നമ്മുടെ കൂടെ കിടന്ന നമ്മുടെ പൊന്നുമക്കൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ് ഇന്ന് നമ്മുടെ കൂടെ ആ മക്കളില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ ഒരു സങ്കടം എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കുക? ഈ ഒരു ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് മറക്കാൻ പറ്റുമോ? അവരുടെ ഓർമ്മകളാണ് ആ വീട് നിറയെ, അവരുടെ സ്വപ്നങ്ങളാണ് അവരുടെ മനസ്സ് നിറയെ. എന്നിട്ടും അവർ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ചിലരുടെയൊക്കെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിൽ. ഒരു പനി വന്നാൽ പോലും നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മക്കളുടെ വിയോഗം എങ്ങനെ സഹിക്കാനാ? അവരുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും അവരുടെ പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും കാലങ്ങളോളം നിധി പോലെ സൂക്ഷിച്ച് അവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾക്കറിയാം. അവരിന്ന് ശ്വസിക്കുന്നത് പോലും അതൊക്കെ നോക്കിക്കൊണ്ടാണ്. പടച്ച റബ്ബിനോടുള്ള ഭയം കൊണ്ടാണ് അവരിന്നും ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മുന്നേ ജീവിതം അവസാനിപ്പിച്ചേനെ എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ ഒരുപാടായിട്ടും ആ മനസ്സിൽ നിന്നും മായാതെ ഇന്ന് മരണപ്പെട്ടതുപോലെയായിരുന്നു ആ മാതാപിതാക്കളുടെ സംസാരം. പടച്ച റബ്ബ് ആ മാതാപിതാക്കളുടെയൊക്കെ മനസ്സിന് കട്ടി പകർന്നു കൊടുക്കട്ടെ. ഈ ഒരു മരണത്തിലൂടെ ആ ഒരു വീട് മാത്രമല്ല നിശബ്ദതയിലായിപ്പോയത്, ആ നാടും ഏറെ നിശബ്ദരായിരിക്കുകയാണ്. അടുത്തടുത്ത് വീട്ടിലെ 2 സഹോദരങ്ങളുടെ മക്കൾ. ആ ഒരു വാർത്തയാണ് ഇന്നലെ നമ്മുടെയൊക്കെ ഉറക്കം കിടത്തിയത്. ആ ഒരു വാർത്ത പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാതിരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഇന്നലെ ആ ഒരു ഒറ്റ ദിവസം എങ്ങനെയാണ് തള്ളി നീക്കിയത് എന്ന് ആ ഒരു നാടിനും നാട്ടുകാർക്കും അറിയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ഇത് വെറും ഒരു യൂട്യൂബ് വീഡിയോ ആയി ആരും കരുതണ്ട. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ. ഇത് എങ്ങനെ ആ മാതാവിനോട് പറയുമെന്നുള്ള ആശങ്കയിലായിരുന്നു ഇവരുടെ കുടുംബവും അവിടെയുള്ള നാട്ടുകാരും. മനസ്സിൻ്റെ താളം തെറ്റിപ്പോകുന്ന വാർത്ത. ഇന്നലെ റമദാൻ 10ാമത്തെ നോമ്പ്. മലപ്പുറം താനാളൂർ അയ്യായ റോഡ് പകര തോട്ടിക്കൊണ്ട് പാറക്കുഴിയിൽ 2 വിദ്യാർത്ഥികൾ വീണു മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മളെ ഏറെ അസ്വസ്ഥനാക്കി. മരണപ്പെട്ടിരിക്കുന്നത് പിലാത്തോട്ടിൽ മുനീറിൻ്റെ മകൻ ഫാദി അമൽ 10 വയസ്സ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വെള്ളിയത്ത് സമീറിൻ്റെ മകൻ അസ്ലഹ് 8 വയസ്സ് എന്നിവരാണ് ഈ ഒരു പുഴയിൽ വീണു മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ച റബ്ബേ, നോമ്പ് നോറ്റ മക്കളായിരിക്കില്ലേ ആ മക്കൾ. ആ മക്കളുടെ മുഖം കാണുമ്പോൾ തന്നെ ചങ്ക് പിടയുകയാണ് റബ്ബേ. ഒരു കുടുംബത്തിലും ഇതുപോലൊരു അവസ്ഥ കൊടുക്കല്ലേ റബ്ബേ. നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ റബ്ബേ. ഇന്നലെ റമദാൻ 10. എല്ലാ മക്കളും നോമ്പ് നോക്കുന്ന കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ ഈ മക്കൾക്ക് നോമ്പുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നോമ്പെടുത്ത മക്കൾ നേരം കൂടാൻ വേണ്ടി ഉച്ച കഴിഞ്ഞ് ചൂണ്ടയിടാൻ പോയതാ. ഈ മരണപ്പെട്ട 2 മക്കളും സഹോദരങ്ങളുടെ മക്കളാണ്. അടുത്തടുത്ത് തന്നെയായിരുന്നു ഇവരുടെ വീട്. അങ്ങനെ ഇവർ ചൂണ്ടയിടുന്നതിനിടെ ഇവരിൽ ഒരു കുട്ടിയുടെ കാല് വഴുതി ആ വെള്ളത്തിലേക്ക് വീണു. ഇത് കണ്ടു നിന്ന 2ാമത്തെ കുട്ടി ഈ മോനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ ആ മോനും വെള്ളത്തിൽ വീണുപോയി. അങ്ങനെ 2 കുട്ടിയും വെള്ളത്തിൽ വീണതോടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി എത്രയും പെട്ടെന്ന് ഓടിച്ചെന്ന് അവിടെയുള്ള നാട്ടുകാരെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. മക്കളുടെ ഉമ്മയോട് പെട്ടെന്നൊന്നും കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. മെല്ലെ മെല്ലെയായിരുന്നു അവരുടെ ചെവിയിൽ ഇത് എത്തിയത്. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ പിഞ്ചു മക്കൾക്ക് വേണ്ടി എല്ലാവരും മയ്യത്ത് നിസ്കരിക്കുകയും ദുആയിൽ പങ്കെടുക്കുകയും ചെയ്യണം. നമ്മൾ ഇതുപോലുള്ള മരണവാർത്തയിലൂടെ ഓരോ കുടുംബത്തിൻ്റെ വേദനയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പങ്കുചേരുന്നത്. ഇന്ന് മക്കൾ മരണപ്പെട്ട ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അവരുടെയൊക്കെ കുടുംബത്തിൽ ചെന്ന് നോക്കിയാൽ അറിയാം അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അവരുടെ ഇന്നത്തെ ജീവിതവും. ചില മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ്. നമ്മൾ അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞതാണ്. കാലങ്ങൾ ഒരുപാടായിട്ടും മക്കളുടെ ആ ഒരു വിയോഗത്തിൽ നിന്നും
അവർക്കൊരു സമാധാനവും കിട്ടാതെ അവരുടെ ആ ഒരു ചെറിയ ഓർമ്മകളിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ ജീവിച്ചിരിക്കുന്ന ആ കാലത്തുള്ള ചെറിയ ചെറിയ ഓർമ്മകളാണ് അവരെ ഇന്നും ജീവിപ്പിക്കുന്നത്. നമ്മൾ അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? എന്തു പറഞ്ഞാലാണ് അവർക്ക് ആശ്വാസമുണ്ടാവുക? നമ്മൾ എത്ര ശ്രമിച്ചാലും അതിന് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. മരണപ്പെട്ട മക്കൾ പടച്ച റബ്ബിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. പടച്ച റബ്ബിൻ്റെ ഖളാഅാണ് മരണം. നമുക്കൊരിക്കലും തടയാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ മക്കളാണ്, അബദ്ധത്തിലും അപകടത്തിലും വന്നുപെടാം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെയാണ്, നമ്മൾ മാതാപിതാക്കൾ. മക്കൾ ഒരു ആളാവുന്നത് വരെ അവർക്ക് വേണ്ടി നമ്മുടെ 2 കണ്ണും മാറ്റിവെക്കണം. എന്ത് പ്രശ്നമായിക്കോട്ടെ, എന്ത് തിരക്കായിക്കോട്ടെ, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി ബാക്കി എല്ലാ കാര്യങ്ങളും. അവരുടെ വഴികാട്ടിയാണ് നമ്മൾ. നമ്മുടെ അശ്രദ്ധ കൊണ്ടാവരുത് ഒന്നും. അത്ര തന്നെ. മരണം പടച്ച റബ്ബിൻ്റെ ഖളാഅ് തന്നെയാണ്. പക്ഷേ നമ്മൾ കാണിക്കുന്ന എല്ലാ അശ്രദ്ധകളും പടച്ച റബ്ബിൻ്റെ മേൽ കെട്ടിവെക്കാതിരിക്കുക. പടച്ച റബ്ബ് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, എന്തും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുക. എല്ലാത്തിനും 2 ഓപ്ഷൻസുകൾ ഉണ്ടാകും. അതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് പടച്ച റബ്ബ് തന്നിട്ടുണ്ട്. പടച്ച റബ്ബ് അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ഒക്കെ പടച്ച റബ്ബ് തന്നെയാണ്. ഒക്കെ പടച്ച റബ്ബ് കാണുന്നുണ്ട്. പക്ഷേ പടച്ച റബ്ബ് നമുക്ക് സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത്. അതെന്തെന്നായാലും നടക്കേണ്ടത് നടക്കും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് ചിന്താശക്തിയും ബുദ്ധിയും സ്വാതന്ത്ര്യവും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ പരമാവധി ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ റമദാൻ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് മരണവാർത്തകൾ നമ്മൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നോമ്പും നോറ്റ് റബ്ബിലേക്ക് മടങ്ങിയവർ, പടച്ച റബ്ബ് അവർക്കൊക്കെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് മുമ്പ് വരെ കളിച്ചും ചിരിച്ചും നടന്ന ആ മക്കൾ ഇന്ന് ഖബറിലായി. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ മരണത്തിന് വേണ്ടി വഴിമാറി കൊടുക്കുന്ന ആ നിമിഷം, പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ 2 ചെറിയ മക്കൾ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നു മക്കൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ പൊന്നു മക്കളുടെ പൊന്നു മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഇതുപോലൊരവസ്ഥ ഒരു കുടുംബത്തിലും നീ കൊടുക്കല്ലേ റബ്ബേ. നമ്മളിൽ നിന്നും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ റബ്ബേ. നമ്മുടെ മക്കളിൽ മേൽ പരീക്ഷിക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ക്യാൻസർ പോലുള്ള മാറാ രോഗത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെ പൊന്നുമക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെയൊക്കെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്ന ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബേ. അവർക്ക് നീ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമക്കളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. എല്ലാവരും മയ്യത്ത് നിസ്കരിക്കുക ആ പൊന്നുമക്കൾക്ക് വേണ്ടി. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.